നമസ്കാരം. ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ കണ്ടു. ഒരു ടിപ്പിക്കൽ ദിലീപ് സിനിമ എന്ന രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ദിലീപിൻ്റെ ഈ പഴയ കാലത്ത് കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കോമഡി എല്ലാം തന്നെയാണ് ഫസ്റ്റ് ഹാഫിലുള്ളത്. അതിനോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനുമുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറേ കോമഡിയൊക്കെ വർക്കായിരുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ഇത് വീണ്ടും പഴഞ്ചനല്ലേ എന്നുള്ള തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പോകുന്നത്. ഷാരിസ് മുഹമ്മദ് തന്നെയാണോ ഈ സിനിമ എഴുതിയിരിക്കുന്നത് എന്നുള്ള സംശയം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ കോമഡിയാണ് കാണിക്കുന്നത്, കുറേയൊക്കെ നമുക്ക് കണ്ടിട്ടാവുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ അങ്ങോട്ട് ഒരു ചളി മാതിരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിന്ദു പണിക്കറുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. ധ്യാൻ ശ്രീനിവാസനൊക്കെ വലിയ ആത്മാർത്ഥതയില്ലാത്ത നടനാന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പബ്ലിക്കലി. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആ രീതിക്കുള്ള പരിപാടികളുണ്ട്. അതുപോലെ തന്നെ സിദ്ദിഖൊക്കെ ഏത് റേഞ്ച് നടനാണ്. സിദ്ദിഖ് ഇതിനകത്താണെങ്കിൽ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ കല്യാണം വിളിക്കാൻ പോകുന്ന സ്ഥലത്ത് CCTV നോക്കി സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപിൻ്റെ അവിടെ നിന്നുള്ള മൈമുണ്ട് CCTV നോക്കിയിട്ട്. അത് ദിലീപ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് പഴയ തന്നെ അല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. ദിലീപിൻ്റെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഒരു വശത്തോടെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഈ നമ്മൾ പറയത്തില്ല വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറയുന്നത് പോലെ തന്നെ ജോണി ആൻ്റണി ഉണ്ട് ഇതിനകത്ത്. ജോണി ആൻ്റണി ദിലീപിൻ്റെ ഒപ്പത്തിന് വെച്ച് പിടിക്കുന്നുണ്ട്. ഈ ജോണി ആൻ്റണിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ പിന്നെ ചില വളിച്ച കുറേ റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ വേണമായിരുന്നു എന്നുള്ള സംശയമായിരുന്നു എനിക്കുണ്ടായിരുന്നിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ എല്ലാവരും പരിപാടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നിടത്താണ് നമ്മുടെ കഥാനായികയുടെ ഇൻട്രൊഡക്ഷൻ. എന്ത് ചിഞ്ചൂറാണി അങ്ങനെ കണ്ട അവരുടെ പേര്, മറ്റേ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അവരെന്തോ അഭിനയം അവരുടെ അതെന്തോ ഇങ്ങനെയുണ്ടോ? പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിന്നെ വെറുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് അഭിനയം ഫസ്റ്റ് ഹാഫിൽ. പിന്നെ ഈ പറയുന്ന അവസാനിക്കുന്നിടത്ത് ഇൻട്രൊഡക്ഷൻ സീനിൽ ഹായ് ഗായ്സ്, എങ്ങനെയുണ്ട് ഗായ്സ്, ഞാൻ പിന്നെ കല്യാണം കഴിക്കുമ്പോഴും ഗായ്സ്, ഇതൊക്കെ തന്നെ പരിപാടി. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള ഒരു പിന്നെ ഇൻഫ്ലുവൻസറെ കാണിക്കാൻ വേണ്ടി അയക്കാം. പക്ഷേ ഇത് കുറച്ച് ഓവർ അല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. നായികയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേർസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഐ ഹവ് എവർ സീൻ. അതായത് സിനിമ കൈവിട്ട് പോകുമോ എന്നുള്ള രീതിയിലായിരുന്നു ഇതിൻ്റെ ഇൻ്റർവൽ ബ്ലോക്കിനാണ് ഈ സംഭവം നടക്കുന്നത്. നായികയുടെ ഇൻട്രൊഡക്ഷൻ കൊണ്ട് വെച്ചേക്കുന്നത് ഒരു സുഖം തോന്നിയില്ല മൊത്തത്തിൽ. ഷാരിസ് മുഹമ്മദിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷാരിസ് മുഹമ്മദിൻ്റെ ഈ സിനിമകളിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വൺ ഹൈ ആയിരിക്കും. ഇതിലും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്ന സമയത്ത് ലിറ്ററലി ഞാൻ വിചാരിച്ചു സിനിമ കയ്യിൽ നിന്ന് പോയോ എന്നുള്ളത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ സോള്. അവിടെയും ഈ ബേസിക്കലി ഈ സിനിമ എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലൂടെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അതേ നെഗറ്റീവ് വശം ഇത് സെക്കൻഡ് ഹാഫിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഓരോ ആളുകളുടെയും പെർഫോമൻസ് എന്ന് പറയുന്നത് കൈയടിക്കേണ്ട കാര്യം തന്നെയായിരുന്നു. അത് എന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നെയിൽഡ് ഇറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ദിലീപ് ഏട്ടൻ്റെ പ്രിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ സീരിയസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ദിലീപ് ഏട്ടൻ്റെ സേഫ് സോൺ അറിയാമല്ലോ, കോമഡിയാണ് അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്. പക്ഷേ ഈ കോമഡി ആണെന്ന് പറയുമ്പോൾ പോലും അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റമില്ലെന്നുണ്ടെങ്കിൽ അതും കയ്യിൽ നിന്ന് പോകും. ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ കോമഡി ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ടാണ് പിന്നെ ദിലീപ് ഏട്ടൻ്റെ ക്യാരക്ടർ പോകുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം കുറച്ച് വേർപ്പിച്ച നമ്മുടെ നായികയും ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ പൊളിയായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സർപ്രൈസിങ് ആയിരുന്നു ഉർവശി ചേച്ചി എങ്ങാണ്ട് 5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവർ ഏത് ലെവൽ ഓഫ് ഒരു ആക്ട്രസ് ആണെന്നുള്ളത്. അതായത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഉർവശി ചേച്ചി. അതുപോലെ സിദ്ദിഖിക്ക, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ സെക്കൻഡ് ഹാഫിൽ വലുതായിട്ടൊന്നും വരുന്നില്ല. ഇത്രയും പേര് പിന്നെ അതുപോലെ തന്നെ ജോണി ആൻ്റണിയും അതുപോലെ തന്നെ കിടിലൻ അഭിനയമായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാഴ്ചവെച്ചത്. ഈ സിനിമ ബേസിക്കലി നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഈ സോഷ്യൽ മീഡിയ എത്രത്തോളം ഡേഞ്ചർ ആവാം, അതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്താണെന്നുള്ളത് ഒരു ബോൾഡ് സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സംവിധായകനും എഴുത്തുകാരനും സാധിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒന്നും വളരെ മെച്ചമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സനൽ ദേവിൻ്റെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല ഒരു ഗംഭീരം എന്ന് പറയാനായിട്ടൊന്നുമില്ല, പിന്നെ ഒരു മോശം എന്ന് പറയാനായിട്ട് ഒരു ഇടത്തരം ആ ഒരു ലെവലിലാണ് എൻ്റെ മ്യൂസിക് ഇരിക്കുന്നത്. ഓവറോൾ നല്ലൊരു സിനിമ തന്നെയാണ്. ഈ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ എനിക്ക് സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് വലിയ മെച്ചമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ പിന്നെ ദിലീപിൻ്റെ സ്ഥിരം പരിപാടി തന്നെയാണ് പോകുന്നത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പക്ഷേ അങ്ങോട്ട് ഓക്കെ അത് പഴയ തന്നെ അല്ലേ, ഒരുപാട് കണ്ട സാധനം തന്നെ അല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. ബട്ട് സെക്കൻഡ് ഹാഫ് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം.